ഹായ്, ട്രാക്ക് ഓൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ്. അപ്പോൾ എൻ്റെ പേര് ഗോകുൽ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആരാണ്? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എം ടി വാസുദേവൻ നായരെ പറ്റിയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. എം ടി വാസുദേവൻ നായർ. അദ്ദേഹം നമ്മൾ എന്നാണ് 2004 ഡിസംബർ 25 മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പി എസ് സിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് എം ടി വാസുദേവൻ നായർ. കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കുറച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറഞ്ഞാൽ മാട്ടു തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് ഫുൾ പേര് ട്ടോ. അത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താ? മാട്ടു തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. 1933 ജൂലൈ 15 പാലക്കാട് കൂടല്ലൂരിൽ ജനനം കേട്ടോ. പാലക്കാടുള്ള കൂടല്ലൂരിലാണ് ജനനം അദ്ദേഹം. 2024 ഡിസംബർ 25 മരണം കേട്ടോ. അദ്ദേഹം 91 വയസ്സിലാണ് മരണപ്പെട്ടത്. 2024 ഡിസംബർ 25, അതായത് ക്രിസ്മസിന്റെ അന്നാണ് മരണപ്പെട്ടത്. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടു. എന്തൊക്കെയാണ്? നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ, എങ്ങനെയൊക്കെ വിശേഷമുള്ള ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. അപരനാമം എന്താണ് അദ്ദേഹത്തിന്റെ? കേരള ഹെമിംഗ്വേ എന്നാണ് അദ്ദേഹത്തിന്റെ അപരനാമം ട്ടോ. അദ്ദേഹം ബാലസാഹിത്യ കൃതികൾ എഴുതാൻ ഉപയോഗിച്ച തൂലികാനാമം ചോദിച്ചാൽ അത് കെ സരളയാണ്. അദ്ദേഹം ബാലസാഹിത്യ കൃതികൾ എഴുതാൻ ഉപയോഗിച്ച തൂലികാനാമമാണ് കെ സരള. ഇനി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തിന് പറയുന്ന സ്മൃതിപദം. കോഴിക്കോടുള്ള സ്മൃതിപദത്തിലാണ് അത് അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. കോഴിക്കോടുള്ള സ്മൃതിപദമാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം. അപ്പൊ ഒന്നുകൂടെ നോക്കാം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. 1933 ജൂലൈ 15 പാലക്കാട് കൂടല്ലൂരിൽ. 1933 ജൂലൈ 15 കേട്ടോ. അത് ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ 1933 ജൂലൈ 15 പാലക്കാട് കൂടല്ലൂരിലാണ് ജനനം. 2024 ഡിസംബർ 25 അദ്ദേഹം മരിച്ചത്. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്ര? 91 വയസ്സുണ്ടായിരുന്നു. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. അപരനാമോ? കേരള ഹെമിംഗ്വേ. അദ്ദേഹത്തിന് ബാലസാഹിത്യ കൃതികൾ എഴുതാൻ ഉപയോഗിച്ച തൂലികാനാമമാണ് കെ സരള എന്ന് കേട്ടോ. ബാലസാഹിത്യ കൃതികൾ എഴുതാൻ ഉപയോഗിച്ച തൂലികാനാമമാണ് കെ സരള. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് സ്മൃതിപദം, കോഴിക്കോട്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് സാഹിത്യ സംഭാവനകളാണ് നമുക്ക് നോക്കാനുള്ളത്. നിള നദിയെയും പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളാണ് കണ്ണാന്തളിർ പൂക്കളുടെ കാലം. എന്താണ്? കണ്ണാന്തളിർ പൂക്കളുടെ കാലം എന്നാണ് അറിയപ്പെടുന്നത്. നിള നദിയെയും പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് എഴുതിയ ലേഖനങ്ങളാണ് കണ്ണാന്തളി പൂക്കളുടെ കാലം. ഇനി ആദ്യ പ്രസിദ്ധീകരിച്ച കൃതി, അദ്ദേഹത്തിന്റെ ആദ്യ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം. അതായത് അദ്ദേഹത്തിന് പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കൃതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? അത് പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്ന കൃതിയാണ് കേട്ടോ. പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്ന കൃതിയാണ്. ഇനി ആദ്യം പ്രസിദ്ധീകരിച്ച കഥ, ഇത് കൃതിയാണ് കേട്ടോ. കൃതി ചോദിച്ചാൽ പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം. ഇനി കഥ ചോദിച്ചാൽ, ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കഥ ചോദിച്ചാലോ അത് വിഷു ആഘോഷം. 1948 എഴുതിയ വിഷു ആഘോഷം കേട്ടോ. കഥ കേട്ടോ, കഥ. ആദ്യം പ്രസിദ്ധീകരിച്ച കഥയാണ്. ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ചോദിച്ചാൽ അത് പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം എന്നാണ്. ഇനി ആദ്യ കഥാസമാഹാരം ചോദിച്ചാലോ അത് രക്തം പുരണ്ട മണൽത്തരികൾ. 1953 കേട്ടോ ഇത്. ആദ്യ കഥാസമാഹാരം ചോദിച്ചാൽ ഏതാണ്? രക്തം പുരണ്ട മണൽത്തരികളാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മണൽത്തരികള്. ഇനി ആദ്യ നോവല് പാതിരാവും പകൽ വെളിച്ചവും. അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ ഏതാന്ന്? പാതിരാവും പകൽ വെളിച്ചവും കേട്ടോ. അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ. അത് 1957 കേട്ടോ. പാതിരാവും പകൽ വെളിച്ചവും. ആദ്യ തിരക്കഥ ഏതാണ്? അദ്ദേഹം എഴുതിയ ആദ്യ തിരക്കഥയാണ് മുറപ്പെണ്ണ് കേട്ടോ. ആദ്യ തിരക്കഥ ഏതാണ്? മുറപ്പെണ്ണാണ് അദ്ദേഹം എഴുതിയ ആദ്യ തിരക്കഥ. പുസ്തക രൂപത്തിൽ പുറത്തു വന്ന. ഇനിയിപ്പം ഇത് നമ്മൾ ആദ്യം നോവൽ ഏതാ വെച്ചാൽ പാതിരാവും പകൽ വെളിച്ചമായിരുന്നു. എന്നാൽ അത് ഒരു പുസ്തക രൂപത്തിലായിട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു നോവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നാലുകെട്ട് എന്ന് പറഞ്ഞ നോവൽ കേട്ടോ. അതിന്റെ പ്രശസ്തമായ ഒരു നോവലാണ് നാലുകെട്ട്. അതാണ് പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യ നോവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. കേരളത്തിന്റെ പരമ്പരാഗത തറവാടുകളെ പറ്റിയുള്ള നോവലുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അത് കാലം, അസുരവിത്ത്, നാലുകെട്ട്. ഈ 3 നോവലുകളാണ് കേരളത്തിലെ പരമ്പരാഗത തറവാടുകളെ, ആ തറവാടുകളെ കുറിച്ച് പറ്റിയ 3 കൃതികളാണ് കേട്ടോ ഇത്. അത് ഏതൊക്കെയാണ്? കാലം, അസുരവിത്ത്, നാലുകെട്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അപ്പൊ നമുക്ക് സാഹിത്യ സംഭാവനകൾ ഒന്നുകൂടെ നോക്കാം. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ശരിക്കും ഒന്ന് ഓർത്ത് വെക്കണം. ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്കിലും നമ്മൾ പഠിച്ചു വെച്ചേ മതിയുള്ളൂ. കാരണം ഇവർക്ക് പി എസ് സിക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കറണ്ട് അഫയറിലെ സാഹിത്യം എന്ന് പറഞ്ഞത്. അതിൽ ഇദ്ദേഹം ഇപ്പം അടുത്ത് തന്നെ ആണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഒരുപാട്, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മിനിമം ഏത് ചോദ്യ പേപ്പറിലും പി എസ് സിന്റെ കാണാൻ സാധിക്കാം. ഇപ്പം മിക്ക ചോദ്യ പേപ്പറിൽ അത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് ഇത് ഒന്നുകൂടെ നോക്കാം. നിള നദിയെയും പരിസ്ഥിതി പ്രശ്നങ്ങളെയും കുറിച്ച് എഴുതിയ ലേഖനങ്ങളാണ് ഏതൊക്കെ? കണ്ണാന്തളി പൂക്കളുടെ കാലം. ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? അത് പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം കേട്ടോ. പ്രാചീന ഭാരതത്തിലെ വൈര വ്യവസായം. ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ചോദിച്ചാൽ അത് വിഷു ആഘോഷമാണ്. വിഷു ആഘോഷം. 1948. ആദ്യ കഥാസമാഹാരം ചോദിച്ചാൽ രക്തം പുരണ്ട മണൽത്തരികളാണ് കേട്ടോ ആദ്യ കഥാസമാഹാരം. ആദ്യ നോവൽ ചോദിച്ചാലോ പാതിരാവും പകൽ വെളിച്ചവും. ആദ്യ നോവൽ ഏതാണ്? പാതിരാവും പകൽ വെളിച്ചവും. ആദ്യ തിരക്കഥ മുറപ്പെണ്ണാണ് കേട്ടോ. ആദ്യ തിരക്കഥ ഏതാണ്? അത് മുറപ്പെണ്ണ് എന്ന് പറഞ്ഞ തിരക്കഥയാണ് ആദ്യത്തെ തിരക്കഥ കേട്ടോ. മുറപ്പെണ്ണ്. പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യ നോവൽ വെച്ചാൽ അത് നാലുകെട്ടാണ്.
കേരളത്തിലെ പരമ്പരാഗത തറവാടുകളെ പറ്റിയുള്ള നോവലുകൾ ചോദിച്ചാലോ, അത് കാലം, അസുരവിത്ത്, നാലുകെട്ട്. ഈ 3 നോവലാട്ടോ. ഇത് ഓർത്ത് വെക്കുക. കാലം, അസുരവിത്ത്, നാലുകെട്ട്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളും അതിനകത്തെ കഥാപാത്രങ്ങളും ആട്ടോ നോക്കട്ടെ. നമ്മൾ കൂടുതലായിട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാന കൃതികളുണ്ട്. അതിൽ ഒന്നാണ് വാരണാസി. വാരണാസി എന്ന് പറഞ്ഞാൽ ഇതാണ് കഥാപാത്രം. അതിനകത്ത് കഥാപാത്രം എന്താണ്? സുധാകരൻ എന്നാണ് ട്ടോ കഥാപാത്രത്തിന്റെ പേര്. വാരണാസി. അതിന്റെ എന്താ കഥാപാത്രം? സുധാകരൻ. ഇനി നാലുകെട്ടാണെങ്കിലോ, നാലുകെട്ടിലാണ് 2 കഥാപാത്രങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് അപ്പുണ്ണി, കോന്തുണ്ണി. അപ്പുണ്ണി, കോന്തുണ്ണി. ഇനി മഞ്ഞിലെ കഥാപാത്രങ്ങൾ ആയിരിക്കാം? വിമല, സർദാർ. വിമലയും സർദാറുമാണ് മഞ്ഞ് എന്ന കൃതിയിലെ കഥാപാത്രങ്ങള്. ഇനി അസുരവിത്ത് നമ്മൾ മുമ്പ് പറഞ്ഞത് എന്തായിരുന്നു? അസുരവിത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് പരമ്പരാഗത തറവാടുകളില്ലേ, അതിനെപ്പറ്റി എഴുതിയ നോവലിൽ ഒന്നാണ് ഈ അസുരവിത്ത് എന്ന് പറയുന്നത്. അസുരവിത്തിലെ കഥാപാത്രമാണ് ആര്? ഗോവിന്ദൻകുട്ടി ട്ടോ. അസുരവിത്തിലെ കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി. ഇനി വാനപ്രസ്ഥം, അതിനകത്ത് കഥാപാത്രം ആരാണ്? വിനോദിനി കരുണാകരൻ മാഷ്. വാനപ്രസ്ഥത്തിലാരാണ്? വിനോദിനി കരുണാകരൻ മാഷ്. ഇനി കാലം. കാലം അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വേറൊരു നോവലാണ്. അത് എന്റെ കഥാപാത്രം ഏതാണ്? സേതു മാധവൻ. ഇനി രണ്ടാം ഊഴം ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ, അത്യാവശ്യം PSC പഠിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു നോവലാണ് രണ്ടാം ഊഴം. അത് പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. അതിനകത്തെ കഥാപാത്രമാണ് ഭീമനാണ് ട്ടോ. മഹാഭാരതത്തിന്റെ ബേസിൽ എഴുതിയൊരു കഥയാണിത്. അതിനകത്ത് മെയിൻ കഥാപാത്രമാണ് ഭീമനെ കഥാപാത്രത്തെ ഊന്നിയിട്ടുള്ളൊരു നോവലാണ് ഈ രണ്ടാം ഊഴം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ കൃതികൾ കഥാപാത്രം നോക്കി? ഒന്ന് വാരണാസി, കഥാപാത്രം സുധാകരൻ. നാലുകെട്ടാണെങ്കിലോ അപ്പുണ്ണി, കോന്തുണ്ണി. ഇതാണ് നാലുകെട്ടിലെ കഥാപാത്രം. ഏതൊക്കെയാ? അപ്പുണ്ണി, കോന്തുണ്ണി. ഇനി മഞ്ഞ്, കഥാപാത്രം ആരാ? വിമല സർദാർജി ട്ടോ. വിമലയും സർദാർജിയാണ് മഞ്ഞിലെ കഥാപാത്രങ്ങൾ. ഇനി അസുരവിത്താണെങ്കിൽ അത് ഗോവിന്ദൻകുട്ടി. വാനപ്രസ്ഥാണെങ്കിലോ വിനോദിനി കരുണാകരൻ മാഷ്. കാലം, സേതുമാധവൻ. കാലത്തിനകത്ത് ആരാണ്? സേതുമാധവൻ. ഈ രണ്ടാം ഊഴാണെങ്കിലും അത് കഥാപാത്രം ആരാണ്? ഭീമനാണ് ട്ടോ. രണ്ടാമത്തിലെ കഥാപാത്രം ആരാണ്? ഭീമനാണ്. എന്നൊക്കെ അടുത്ത ഏതാ? യാത്രാ വിവരണങ്ങൾ. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ ഒരു 3 യാത്രകളാണ് അദ്ദേഹം മെയിൻ ആയിട്ട് എഴുതിയിട്ടുള്ളത്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് മനുഷ്യർ നിഴലുകൾ എന്നതാണ് ട്ടോ. ഒന്ന് മനുഷ്യർ നിഴലുകൾ. അതെവിടെയാണ്? യൂറോപ്പിൽ പോയപ്പോ യൂറോപ്പിനെ പറ്റി എഴുതിയൊരു യാത്രാ വിവരണമാണ് ഇത് മനുഷ്യർ നിഴലുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആൾക്കൂട്ടത്തിൽ തനിയെ, അത് അമേരിക്കയിൽ കേട്ടോ. അമേരിക്കയിൽ കഥയാണ് ഇത്. ആൾക്കൂട്ടത്തിൽ തനിയെ യാത്രാ വിവരണമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ. ഇനി വൻകടലിലെ തുഴാവെള്ളക്കാർ. വൻകടലിലെ തുഴാവെള്ളക്കാരാരാണ്? ചൈനക്കാരെ പറ്റിയാണ്. വൻകടലിലെ തുഴാവെള്ളക്കാരാണ് ചൈനയിലെ യാത്രക്കാരനാണ്. ചൈനയിൽ പോയപ്പോൾ യാത്രക്കാരനാണ് ഇത് വൻകടലിലെ തുഴാവെള്ളക്കാര്. ഇനി അദ്ദേഹം സംവിധാനം ചെയ്ത കുറച്ച് സിനിമകളുണ്ട്. അദ്ദേഹം കുറച്ച് സിനിമകൾ സംവിധാനം ചെയ്തതുണ്ട്. ആ സിനിമകൾ ഏതെന്ന്? ഒന്ന് വാരിക്കുഴി, പിന്നെ രണ്ടാമത്തെ മഞ്ഞ്, 3 ബന്ധനം, പിന്നെ ഒരു ചെറുപുഞ്ചിരി, നിർമാല്യം, കടവ്. ഇങ്ങനെ ഒരു 6 സിനിമയാണ് അദ്ദേഹം മെയിനായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ? വാരിക്കുഴി, മഞ്ഞ്, ബന്ധനം, ഒരു ചെറുപുഞ്ചിരി, നിർമാല്യം, കടവ്. ഒന്നുകൂടെ പറയാം. വാരിക്കുഴി, മഞ്ഞ്, ബന്ധനം, ഒരു ചെറുപുഞ്ചിരി, നിർമാല്യം, കടവ്. ഈ പേരുകൾ പഠിച്ചു വെച്ചോളൂ. കാരണം ഇത് കൂടുതലും ചോദിക്കാൻ സാധ്യത ഈ സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമ വന്നിട്ട് അത് സംവിധാനം ചെയ്ത് ആരാന്നായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് MT വാസുദേവൻ നായർ സംവിധാനം ചെയ്തിട്ടുള്ളത്, അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ഏതാണെന്നായിരിക്കും, ഏത് ചിത്രമാണ് ഈ ഓപ്ഷനിലുള്ളതെന്നാണ് ചോദിക്കുക. അപ്പൊ ഈ പേര് മാത്രം ഒന്ന് ശരിക്കൊന്ന് പഠിച്ചു വെച്ചോളൂ. ഇനി അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച്, എല്ലാം നമുക്ക് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹത്തിന് അതുപോലെ എത്ര അധികം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അവാർഡുകൾ നമുക്ക് നോക്കാം. ഒന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. 1970 കാലം എന്ന നോവലിനാണ് ട്ടോ അത് കിട്ടിയത്. കാലം എന്ന നോവലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇനി പ്രസിഡന്റിന്റെ സുവർണ പതക്കം ലഭിച്ചത് 1973 അതായത് നിർമാലി എന്ന സിനിമയ്ക്കാട്ടോ. നിർമാലി എന്ന സിനിമ സംവിധാനം ചെയ്താണ് പ്രസിഡന്റിന്റെ സുവർണ പതക്കം ലഭിച്ചത്. ഇനി ഇതേ നിർമാലി എന്ന സിനിമയ്ക്ക് 1974 അതായത് പിറ്റേ വർഷം പ്രസിഡന്റ് സുവർണ പതക്കം കിട്ടിയതിന്റെ പിറ്റേ വർഷം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് 3 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 3 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 1989 മികച്ച തിരക്കഥ. അതേതാണ്? അത് ഓപ്പോൾ എന്ന് പറഞ്ഞ തിരക്കഥ കേട്ടോ. ഏതാണ്? ഓപ്പോൾ ട്ടോ. കേരള ചലച്ചിത്ര 1989 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച തിരക്കഥയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതേതാണ്? ഓപ്പോൾ എന്ന് പറഞ്ഞ ഇതിനാണ് ട്ടോ. ഓപ്പോൾ എന്ന് പറഞ്ഞത്. ഇനി വയലാർ അവാർഡ് 1955 വയലാർ അവാർഡ് ഏത് കൃതിയാണ്? രണ്ടാമത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് രണ്ടാമത് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് വയലാർ അവാർഡ് ഏത് വർഷം കിട്ടിയത്? 1985. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1986 സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്? സ്വർഗം തുറക്കുന്ന സമയം. അതാണ് 1986.
ഇനി ജ്ഞാനപീഠം, അതായത് ജ്ഞാനപീഠം ലഭിച്ചതെന്നാണ് അത് 1995 കേട്ടോ. വർഷം ഓർത്ത് വെച്ചാൽ വർഷം ഇമ്പോർട്ടന്റ് ആണ്. ജ്ഞാനപീഠം ലഭിച്ചതെന്നാണ് 1995. ഇനി പത്മഭൂഷൺ ലഭിച്ചു അത് 2005 കേട്ടോ. പത്മഭൂഷൺ ലഭിച്ചത് 2005. പഴശ്ശിരാജ സിനിമയുടെ തിരക്കഥയ്ക്ക് കേരള ചലച്ചിത്ര പുരസ്കാരം. അത് പഴശ്ശിരാജ സിനിമയുടെ തിരക്കഥയ്ക്ക് എന്താണ് കേരള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് 2010 പഴശ്ശിരാജ സിനിമയുടെ തിരക്കഥയ്ക്ക് കേരള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് 2010. ഇനി എഴുത്തച്ഛൻ അവാർഡ് അത് 2011 എഴുത്തച്ഛൻ അവാർഡ് 2011 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചതോ അത് 2013 JC ഡാനിയൽ പുരസ്കാരം 2013 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2013 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ONV സാഹിത്യ പുരസ്കാരം 2018 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതെന്ന് അദ്ദേഹത്തിന് അത് 2022 2022. ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ 2002 മരണാനന്തര ബഹുമതിയായിട്ട് എന്താണ് കൊടുത്തത് പത്മവിഭൂഷൺ 2025. ഇത് ഈ ഇടയ്ക്ക് CPOയിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു കേട്ടോ. ഈ മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത് ഏതാണെന്ന്. അത് പത്മവിഭൂഷണാണ് 2025 കേട്ടോ. മികച്ച തിരക്കഥകൾ അവാർഡ് 4 തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അത് ഏതിനൊക്കെയാ? വടക്കം വീരഗാഥ 1990, പിന്നെ കടവ് 1992, സതയം 1993, പരിണയം 1995. ഏതൊക്കെയാ? വടക്കം വീരഗാഥ 1990, കടവ് 1992, സതയം 1993, പരിണയം 1995. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് അദ്ദേഹത്തെ പറ്റി MT വാസുദേവനെ പറ്റി പഠിക്കാനുള്ള അവാർഡുകൾ ഒന്നുകൂടെ നോക്കാം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച 1970 കേട്ടോ. അത് ഏതിനാണ്? കാലം എന്ന നോവലിന്. ഇനി പ്രസിഡന്റ് സുവർണ പതക്കോ അത് 1973 നിർമ്മാലി എന്ന സിനിമ സംവിധാനം ചെയ്തതായിരുന്നു കേട്ടോ ഇത് കിട്ടിയത്. പിന്നെ അടുത്താണ് നിർമ്മാലി എന്ന സിനിമയ്ക്ക് തന്നെ നിർമ്മാലി എന്ന സിനിമയ്ക്ക് പ്രസിഡന്റ് സുവർണ പതക്കം ലഭിക്കുന്നതോടൊപ്പം പിറ്റേ വർഷം തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ 3 പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 1985 മികച്ച തിരക്കഥയ്ക്ക് ഏതാണ് ഓപ്പോൾ എന്ന് പറഞ്ഞ തിരക്കഥയ്ക്ക് കിട്ടിയിട്ടുണ്ട്. മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി വയലാർ അവാർഡ് ആണെങ്കിൽ 1985 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1986 സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറഞ്ഞ നോവലിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ജ്ഞാനപീഠം 1995 പത്മഭൂഷൺ 2005 ലഭിച്ചിട്ടുള്ളത്. ഇനി പഴശ്ശിരാജ സിനിമയുടെ തിരക്കഥയ്ക്ക് കേരള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതെന്നാണ് 2010 കേട്ടോ. ഇനി എഴുത്തച്ഛൻ അവാർഡ് 2011, JC ഡാനിയൽ പുരസ്കാരം 2013, ONV സാഹിത്യ പുരസ്കാരം 2018, കേരള ജ്യോതി പുരസ്കാരം 2022, പത്മവിഭൂഷൺ അത് ഇമ്പോർട്ടന്റ് ആണ്. പത്മവിഭൂഷൺ 2005 മരണാനന്തര ബഹുമതിയാണ് കേട്ടോ അദ്ദേഹത്തിന് കൊടുത്തത്. പിന്നെ മികച്ച തിരക്കഥകൾ 4 തവണ ലഭിച്ചിട്ടുണ്ട്. മികച്ച തിരക്കഥകൾ അവാർഡ് 4 തവണ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ വടക്കം വീരഗാഥ, കടവ്, സതയം, പരിണയം. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ MT വാസുദേവൻ നായർ അദ്ദേഹത്തെ പറ്റി ഓർത്തിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്ത് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തതാണ് സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽഡ് ആണെങ്കിലും അത്യാവശ്യം ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം 1951 മാർച്ച് 9 കേട്ടോ. മരണം 2021 ഡിസംബർ 15. മരണപ്പെട്ട 2024 ഡിസംബർ 15. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആവുന്നത്. ഇനി തബല മാന്ത്രികൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തബല മാന്ത്രികൻ എന്നറിയപ്പെടുന്ന അദ്ദേഹമായിരുന്നു ഉസ്താദ് അല്ല രാക്ക സക്കീർ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. ഉസ്താദ് അല്ല രാക്ക സക്കീർ ഹുസൈൻ. മുംബൈയിലെ മാഹിമിലാണ് ജനനം. അരങ്ങേറ്റം എവിടെയാ? 18-ാം വയസ്സിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം US-ലായിരുന്നു അദ്ദേഹം അരങ്ങേറിയത് കേട്ടോ. അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം എന്നാണ് 18-ാം വയസ്സിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം. അദ്ദേഹത്തിന് 18-ാം വയസ്സിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം US-ലായിരുന്നു അദ്ദേഹം അരങ്ങേറിയത് കേട്ടോ. 1970 വസന്ത റായിക്കൊപ്പം ഈവനിങ് രാഗാസ് എന്ന ആൽബം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ വസന്ത റായിക്കൊപ്പം ഈവനിങ് രാഗാസ് എന്ന ആൽബം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ 1971 ശാന്തി എന്ന ആൽബം അദ്ദേഹം 1970 ശാന്തി എന്ന ആൽബം. ആദ്യ ആൽബം ഏതാ അദ്ദേഹത്തിന്റെ? ആദ്യ ആൽബം എന്ന് പറയുന്നത് ലീവിംഗ് ഇൻ ദി മെറ്റീരിയൽ വേൾഡ്. 1970 ലീവിംഗ് ഇൻ ദി മെറ്റീരിയൽ വേൾഡ് അദ്ദേഹത്തിന്റെ ആദ്യ ആൽബം കേട്ടോ. അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയ ആദ്യ ആൽബം ലീവിംഗ് ഇൻ ദി മെറ്റീരിയൽ വേൾഡ് ആണ്. ശാന്തി എന്ന ആൽബം 1970 അത് വസന്ത റായിക്കൊപ്പമായിരുന്നു. ഇനി ആദ്യ ആൽബം ലിവിംഗ് ഇൻ ദി മെറ്റീരിയൽ വേൾഡ് 1973. ഇനി 1974 ശക്തി എന്ന ഫ്യൂഷൻ ബാൻഡിന് രൂപം നൽകി. അത് ആരാണ്? അത് സക്കീർ ഹുസൈൻ ആട്ടോ. ശക്തി എന്ന ഒരു ഫ്യൂഷൻ ബാൻഡ് ഇല്ലേ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ശക്തി എന്ന ഫ്യൂഷൻ ബാൻഡ്. അതിന് ആ ഫ്യൂഷൻ ബാൻഡിന് രൂപം നൽകിയത് 1974 ഇദ്ദേഹമാണ്, സക്കീർ ഹുസൈൻ ആണ്. ഇനി 1990 സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 90 സംഗീത നാടക അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി 1996 അറ്റ്ലാന്റ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംഗീതം ചിട്ടപ്പെടുത്തിയത് ആരാണ്? അദ്ദേഹമായിരുന്നു. സക്കീർ ഹുസൈൻ ആയിരുന്നു 1996 അറ്റ്ലാന്റിക് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംഗീതം ചിട്ടപ്പെടുത്തിയത്. ഇനി 1999 വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയത് അദ്ദേഹമായിരുന്നു. 1999 വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയത് അദ്ദേഹമായിരുന്നു 1999.
പിന്നെ 1999 യു എസിന്റെ ദേശീയ പൈതൃക ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. 1999 യു എസിന്റെ ദേശീയ പൈതൃക ഫെലോഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2005 പ്രിൻസ്റ്റൺ സർവകലാശാലയുടെ ഓൾഡ് ഡൊമിനോ ഫെലോഷിപ്പ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഓൾഡ് ഡൊമിനോ ഫെലോഷിപ്പ് അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രിൻസ്റ്റൺ സർവകലാശാലയുടെ ഓൾഡ് ഡൊമിനോ ഫെലോഷിപ്പ് അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2020 ഈസ് ദാറ്റ് സോ എന്ന ആൽബം അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. 2020 ഈസ് ദാറ്റ് സോ എന്ന ആൽബം അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട്. 4 തവണ ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. 4 തവണ ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2024 66ാമത്തെ ഗ്രാമി പുരസ്കാരം 3 പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിലെ 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ 3 പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി 1988 പത്മശ്രീയും 2002 പത്മഭൂഷണും 2020 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ 1988 പത്മശ്രീയും 2002 പത്മഭൂഷണും 2023 പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയാണ് ഇത് അദ്ദേഹത്തെ പറ്റിയുള്ളത്. സക്കീർ ഹുസൈനെ പറ്റി ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ജനിച്ചത് 1951 മാർച്ച് 9 മരണം 2024 ഡിസംബർ 15 തബല മാന്ത്രി എന്നറിയപ്പെടുന്നു. ഉസ്താദ് അല്ല രാക്ക സക്കീർ ഹുസൈൻ എന്നാണ് മുഴുവൻ പേര്. മുംബൈയിലെ മാഹിമിൽ ജനനം. അരങ്ങേറ്റം 18-ാം വയസ്സിൽ ആരുടെ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പമാണ് കേട്ടോ. തബല മാന്ത്രി ആരാ? സക്കീർ ഹുസൈൻ ആണ്. അപ്പൊ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പമാണ് ഇദ്ദേഹം അരങ്ങേറിയത്. 1970 വസന്ത റായ്ക്കൊപ്പം ഈവനിങ് രാഗാസ് എന്ന ആൽബം ചിട്ടപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ആദ്യ ലാഭം ലിവിംഗ് ഇൻ ദി മെറ്റീരിയൽ വേൾഡ് 1973. ശക്തി ബാൻഡ് 1974 അദ്ദേഹം ശക്തി ബാൻഡിന് രൂപം നൽകി. 1990 സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1996 അറ്റ്ലാന്റ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംഗീതം ചിട്ടപ്പെടുത്തി. 99 വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ട് വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയതാരാണ്? സക്കീർ ഹുസൈൻ ആയിരുന്നു. 1999 യു എസിന്റെ ദേശീയ പൈതൃക ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. യു എസിന്റെ ദേശീയ പൈതൃക ഫെലോഷിപ്പ് ലഭിച്ചു. 2005 പ്രിൻസ്റ്റൺ സർവകലാശാലയുടെ ഓൾഡ് ഡൊമിനോ ഫെലോഷിപ്പ് അംഗീകാരം. 2020 ഈസ് ദാറ്റ് സോ എന്ന ആൽബം. 4 തവണ ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2024 66ാമത്തെ ഗ്രാമി പുരസ്കാരം 3 തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1950 പത്മശ്രീ, 2002 പത്മഭൂഷൺ, 2020 പത്മവിഭൂഷൺ ഇത്രയും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇമ്പോർട്ടന്റ് ഡേ ആൻഡ് ടൈംസ് ആണ്. അതായത് വളരെ കുറച്ച് ഡേ എടുത്തിട്ടുള്ളൂ. ഇനി വരുന്ന ഡേ എടുക്കാണ്ട്. അപ്പൊ 2025 വന്ന കുറച്ച് ഡേയ്സ് ആണ് എടുക്കുക. ഫെബ്രുവരി 2 എന്താണ്? അത് ലോക തണ്ണീർത്തട ദിനമാണ് കേട്ടോ. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. അതിന്റെ എന്താണ്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് അതിന്റെ തീം എന്ന് പറയുന്നത്. ഇനി ഫെബ്രുവരി 4 എന്താണ്? ഫെബ്രുവരി ലോക ക്യാൻസർ ദിനമാണ്. അതെന്താണ്? അതിന്റെ തീം എന്താ? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. ഇനി മാർച്ച് 3 ആണെങ്കിലോ ലോക വന്യജീവി ദിനം. അതിന്റെ തീം എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസിങ് ഇൻവെസ്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. ഇനി മാർച്ച് 8 ലോക വനിതാ ദിനം. ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾ റൈറ്റ് ഈക്വാലിറ്റി ആൻഡ് എംപവർമെന്റ്. അതായത് പെൺകുട്ടികൾക്കും വുമൻസിന് റൈറ്റ് ഈക്വാലിറ്റി എംപവർമെന്റും കിട്ടണം എന്നുള്ളതാണ് മാർച്ച് 8 ലോക വനിതാ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഇനി മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. അതെന്താണ്? എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. അതാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈല്. ഇനി മാർച്ച് 21 ലോക വനദിനമാണ് കേട്ടോ. എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് അതിന്റെ ടീം. മാർച്ച് 21 ലോക വനദിനമാണ്. അതിന്റെ എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ഇനി മാർച്ച് 22 ലോക ജലദിനം. എന്താണ്? ഗ്ലാറിസസ് പ്രിസർവേഷൻസ്. ഇനി മാർച്ച് 21 ലോക കാലാവസ്ഥാ ദിനം. അതെന്താണ്? ക്ലോസിംഗ് ദ എയർലി വാർമിംഗ് ഗ്യാപ്പ് ടുഗദർ. ഇനി മാർച്ച് 21 ലോക ക്ഷയദിനാണ്. യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. അതാണ് കേട്ടോ മാർച്ച് 21 ലോക ക്ഷയദിനത്തിന് എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. ഇനി ഏപ്രിൽ 7 ആരോഗ്യ ദിനം. ഏപ്രിൽ 7 എന്താണ്? ആരോഗ്യ ദിനം. അതിന്റെ എന്താണ്? ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ആണ് ഏപ്രിൽ 7 ആരോഗ്യ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഇത്രയാണ് നമ്മൾ കറണ്ട് അഫയർ നോക്കുന്നത്. ബാക്കി കറണ്ട് അഫയർ വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പൊ താങ്ക് യു.